ഹൂ കേഴ്സ് എന്ന നിലപാട് തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇന്നലെ മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിരുന്നു, വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിന് തൊട്ട് മുൻപാണ് കഴിഞ്ഞ ദിവസം വന്ന പരാതിയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ, കൂടുതൽ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തേക്ക് വന്നത്. അതിൽ വ്യക്തമായി ഗർഭസ്ഥ ശിശുവിനെ ഗർഭം പേറുന്ന ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ ഒരു യുവതിയോട്, ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ സംഭാഷണമാണ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നത്. അതിനുശേഷമാണ് ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയത്. അപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്ക് അന്വേഷിക്കാം. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്, പത്തനംതിട്ട അടൂരിൽ നിന്നും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുൻപിൽ നിന്നും. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. നാലാം ദിവസമാണ് ഇന്ന് ഇത്തരത്തിലുള്ള പരാതികൾ, ലൈംഗിക പീഡന ആരോപണങ്ങൾ, ഗർഭഛിദ്രമടക്കം നിർബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കമുള്ള പരാതികൾ ആരോപണങ്ങളായി ഉയർന്നു വന്ന നാലാം ദിവസമാണ് ഇന്ന്. ഈ നാലാം ദിവസം, ഈ ഞായറാഴ്ച രാവിലെ അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് കേരളത്തിൽ ഒരു MLAക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അതിലേക്ക് വഴിവെച്ച സംഭവവികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോകും, രാജിവെച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പാലക്കാട് ഉള്ള കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി എന്ന വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നു. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്? വിനീഷ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൗനം തുടർന്നിട്ട് ഇപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇതുവരെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിലാണ് രാഹുൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും അതിലൊരു വ്യക്തത കുറവ് കൂടിയുണ്ട്, കൃത്യമായി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഈ വീട്ടിൽ വെച്ചാണ് രാജി പ്രഖ്യാപിക്കുന്നത്. അന്ന് രാജി പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തനിക്കെതിരെ കൃത്യമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഉണ്ടെങ്കിൽ അതിന് മറുപടി നൽകാമെന്നൊക്കെ, അങ്ങനെ വലിയ തരത്തിൽ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ ശേഷം രാഹുൽ ഇപ്പോൾ മൗനത്തിലാണ്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. ആ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയും നമ്മൾ ഉൾപ്പെടെയുള്ള കൈരളി ഉൾപ്പെടെയുള്ള എത്തുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് നേതൃത്വം, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് കട്ട് പറയുകയായിരുന്നു. രാഹുൽ ഇനിയൊരു അക്ഷരം മാധ്യമങ്ങളുടെ മുമ്പിൽ മിണ്ടരുത്, അല്ലെങ്കിൽ രാഹുൽ വാ തുറക്കരുത് എന്ന താക്കീതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ സ്വയം പ്രതിരോധത്തിലായിരിക്കുന്നൊരു സാഹചര്യമാണ്. കാരണം പല കാര്യങ്ങൾക്കും വിശദീകരണം നൽകാൻ രാഹുലിന് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ. കാരണം ശബ്ദരേഖ, ഇപ്പോൾ വിനീഷ തന്നെ സൂചിപ്പിച്ച 4 ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതിൽ വളരെ ഗൗരവമുള്ള സംഭവങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ കൊല്ലുവാൻ എത്ര മിനിറ്റ് വേണം? ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചോദ്യം ചോദിക്കുമായിരിക്കും. അതിനോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രം, അങ്ങനെ തുടങ്ങിയ നിരവധി വലിയ കുറ്റകൃത്യങ്ങൾ രാഹുൽ ആ ഓഡിയോ സംഭാഷണത്തിൽ തന്നെ അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ ഉത്തരം പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ അകത്ത് കഴിഞ്ഞ തവണ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ കണ്ടപ്പോൾ രാഹുലിനോട് ശബ്ദ സന്ദേശം തൻ്റെതാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ കൈരളിയും മറ്റൊരു സ്ഥാപനം ഈ ചോദ്യം ചോദിക്കുവാണെങ്കിൽ താൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമെന്നാണ് രാഹുൽ ഭീഷണി മുഴക്കിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാധ്യമങ്ങളെ കാണുന്നത് രാഹുലിനെ സംബന്ധിച്ചോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുള്ള ഭയം. രാഹുൽ മാധ്യമങ്ങളെ കണ്ടാൽ കൂടുതൽ നേതാക്കളുടെ സമാനമായ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വിടുമോ എന്ന ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കാരണം മറ്റ് നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ സമാനമായ രീതിയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡിജിറ്റൽ എവിഡൻസ് രാഹുലിൻ്റെ പക്കലുണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. മറ്റൊരു കാര്യം, 2 MLAമാർ നിലവിലുള്ളവരും ലൈംഗിക പീഡന പരാതിയിൽ പ്രതിപട്ടികയിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയരാണ്. അവരുടെ രാജി രാഹുൽ പരസ്യമായി ആവശ്യപ്പെടുമെന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു. മറ്റൊരു കാര്യം, ഈ രാഹുൽ തന്നെ ഇരയായ പെൺകുട്ടികൾക്കെതിരായി കൂടുതൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ രാഹുൽ നടത്തുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഈ കാരണങ്ങൾക്കൊക്കെ തന്നെയാണ് രാഹുൽ വാർത്താ സമ്മേളനം ഒന്നുകിൽ രാജിവെക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തുക, അല്ലെങ്കിൽ രാജിവെക്കുന്നില്ല എങ്കിൽ രാഹുൽ വാർത്താ സമ്മേളനം നടത്തരുത്, രാഹുലിൻ്റെ വാ തുറക്കരുതെന്ന നിർദ്ദേശമാണ്. രാഹുലും കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്.
നമുക്കറിയാം സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ ഒരു പരിലാളനയിൽ വളർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സൗകര്യം കിട്ടുമ്പോഴൊക്കെ തന്നെ ചാനലിൽ മുഖം കാണിക്കുക, മറ്റ് എതിർഭാഗത്തുള്ള നേതാക്കൾക്കെതിരെ അധിക്ഷേപരമായ പരാമർശങ്ങൾ നടത്തുന്ന നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലില്ല, ഇൻസ്റ്റയിലില്ല, ഫേസ്ബുക്കിലില്ല, മറ്റ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൊന്നും രാഹുലിനെ കാണാനില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാനും രാഹുൽ തയ്യാറാകുന്നില്ല. വിനീഷ, രാഹുലിനെ സംബന്ധിച്ചോളം നമുക്കറിയാം കോൺഗ്രസ് സൈബർ വിങ്ങൊക്കെ നേരത്തെ രാഹുലിനെ പുഴുത്തിപ്പാടിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ റിയൽ രാജകുമാർ, റീലിടുന്ന രാജകുമാർ എന്നൊക്കെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിയലായിട്ടുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതോടുകൂടിയാണോ ഇങ്ങനെ മൗനത്തിലേക്കും ഒളിവ് ജീവിതത്തിലേക്കും പോയെന്ന ആക്ഷേപമാണ്. എന്നാൽ രാഹുൽ അടൂരിൽ തുടരാൻ തന്നെയാണ് സാധ്യത. പാലക്കാട്ടിലേക്ക് ഇപ്പം പോകാൻ സാധ്യതയില്ല. വിനീഷ് പറഞ്ഞതുപോലെ വീടിന് പുറത്തിറങ്ങി പാലക്കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും. പാലക്കാട്ട് കാല് കുത്തിക്കില്ലെന്നാണ് ചില പ്രതിഷേധം നടത്തുന്ന യുവജന സംഘടനകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അടൂരിലെ നെല്ലിമുകളുടെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വിനീഷ, അതിലൊരു കാരണവുമുണ്ടല്ലോ. അടൂരിൽ നിന്ന് പാലക്കാട്ടേക്കോ അല്ലെങ്കിൽ അടൂരിലെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രതിഷേധം സ്വാഭാവികമായി ഉയരേണ്ട ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. ചെയ്തു കൂട്ടിയിട്ടുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു മാന്യതയും മര്യാദയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. കാരണം സ്വന്തം കുഞ്ഞാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ടറിയാം. ആ കുഞ്ഞിനെ പേരുന്ന യുവതിയോടാണ് പറഞ്ഞത്, നിന്നെ കൊല്ലാൻ എനിക്ക് വലിയ സെക്കൻഡുകളൊന്നും വേണ്ട എന്ന് വെക്കുന്ന മനസ്സ്, അത് ഒരു സാധാരണ മനുഷ്യൻ്റെ സ്നേഹത്തോടെയുള്ള മനസ്സല്ല, അതൊരു ക്രിമിനലിൻ്റെ മൈൻഡാണ്, ക്രിമിനൽ മൈൻഡ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്രിമിനലിനെ നിയമസഭയിൽ നമ്മൾ സഹിക്കണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം അയാൾ കാണിച്ചു കൂട്ടിയത് അത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് കൂടി ഏതെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോടുള്ള ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഏതെങ്കിലും അഫെക്ഷൻ്റെ പുറത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തെളിവുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സുജു, എനിക്ക് സുജുവിനോടൊരു കാര്യം പറയാനുള്ളത്, പത്തനംതിട്ട നിവാസികൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിലാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പത്തനംതിട്ട നിവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ലഭ്യമാണോ എന്ന് ചോദിക്കുക. കാരണം അനവധിയായിട്ട് നമ്മളുടെ താലൂക്ക് ആശുപത്രികളിലടക്കം നൂതനമായ പല ചികിത്സയും ലഭിക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ ഗർഭം പേറുന്ന സ്ത്രീയോട് നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മാത്രം മതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിഹേവിയറൽ ഡിസീസിൻ്റെ ഭാഗമായി തന്നെ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പല രോഗങ്ങൾക്ക് പല ചികിത്സ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പല ചികിത്സകളും ആവശ്യമായി വരുന്ന ഒരു ഘട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴുള്ളത് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വന്തം നാട്ടുകാരൻ എന്ന നിലയിൽ അത്തരത്തിലുള്ളൊരു കൺസിഡറേഷൻ കൂടെ നൽകി രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാക്കാൻ മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ആളുകൾക്ക് രോഗാവസ്ഥ വരുന്നത് സാധാരണയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് പല ചികിത്സകളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ മെച്ചപ്പെട്ട ചികിത്സ, നല്ല ചികിത്സ നാട്ടിൽ തന്നെ കിട്ടും, അടൂരിൽ തന്നെ കിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സ, മെച്ചപ്പെട്ട ചികിത്സ നിങ്ങൾ പത്തനംതിട്ട നിവാസികൾ എല്ലാവരും കൂടി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഏർപ്പെടുത്തി കൊടുക്കൂ. സുജു. വിനീഷ, ഏതായാലും അത്തരത്തിലേക്കൊരു നീക്കത്തിലേക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് കിടക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വിമർശനം ശക്തമാണ്, രാഹുലിന് ചികിത്സ ആവശ്യമാണോ എന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നെല്ലിമുകളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോലീസ് ബാരിക്കേഡ് കാണാം. പോലീസിനൊക്കെ ഏറെ വിമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ് കഴിഞ്ഞ 4 ദിവസമായി ഉള്ളത്. കാരണം രാഹുലിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഭയമുണ്ട്. അത്തരത്തിൽ പ്രതിഷേധത്തെ ഭയന്ന ബാരിക്കേഡ് തീർത്ത പോലീസ് ബാരിക്കേഡ് തീർത്ത വീടിനുള്ളിൽ കഴിയേണ്ട ഗതികേടിലാണ് കോൺഗ്രസിൻ്റെ യുവ MLA, ഏറ്റവും രോഷാകുലനും ഏറ്റവും അഗ്രസീവായും മാധ്യമങ്ങളോട് പ്രതികരിച്ച MLAയുടെ അവസ്ഥയാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡിൻ്റെ പോലീസ് സംരക്ഷണയിൽ വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ. രാഹുൽ അടൂരിൻ്റെ MLA അല്ല, രാഹുൽ പാലക്കാടിൻ്റെ MLA ആണ്. ആ പാലക്കാടിൻ്റെ MLA ആണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അടൂരിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലിന് ഇന്നെങ്കിലും പുറത്തിറങ്ങി തൻ്റെ നിലപാട് വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന കാര്യം കൂടി അറിയാനുണ്ട്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം രാഹുൽ നടത്തിയ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന കാര്യത്തിലും ഇനി അറിയാനുണ്ട്. കാരണം രാജി ആവശ്യം വലിയ ശക്തമാണ്. കോൺഗ്രസിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള നിലപാടുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കാരണം 4 ഓഡിയോ സംഭാഷണങ്ങളാണ് പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ യുവ മാധ്യമ പ്രവർത്തകയുടെ അല്ലെങ്കിൽ യുവ നടിയുടെ ആരോപണം പുറത്തു വരുമ്പോൾ രാഹുലിൻ്റെ പേര് നേരിട്ട് പറയുന്നില്ലായിരുന്നു. പിന്നീട് വന്ന ഹണി ഭാസ്കറും തെളിവുകളോ അങ്ങനെ നിർത്തിക്കൊണ്ടല്ലായിരുന്നു ആരോപണം ഉന്നയിച്ചത്.
എന്നാൽ അതിന് എല്ലാം വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ട്രാൻസ്ജെൻഡറിൻ്റെ ആരോപണം വരുന്നത്. അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡറിന് ശേഷം വന്ന ശബ്ദ സന്ദേശം, ഇതെല്ലാം തന്നെ രാഹുൽ കൊടും കുറ്റവാളി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാ അടപ്പിക്കുന്നത്. രാഹുൽ ഇതുവരെയും പിന്നീട് മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറിട്ടില്ല. പക്ഷേ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങുമെന്ന സൂചന ഇന്നലെ രാഹുൽ പരസ്യമായി അല്ലെങ്കിൽ പോലും മാധ്യമങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. രാജിവെക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിലവിൽ രാജിയുടെ ആവശ്യമില്ലെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതാണ് കോൺഗ്രസ് നേതൃത്വത്തിനെ വല്ലാതെ അലട്ടുന്നത്. കാരണം രാജിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന കാരണങ്ങൾ എന്തായിരിക്കും? അത് സ്വാഭാവികമായി പ്രത്യേകിച്ച് ഇന്നലെ TN പ്രതാപൻ MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്. പൊതുപ്രവർത്തകർ ക്ലിയർ ആകണം. മാത്രമല്ല പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നത്. ആ ബൈ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ രാഹുലിനെ തോളിലേറ്റിയ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമാണ്. അവർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് രാഹുലിൻ്റെ രാജി. വളരെ കൗതുകമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഒരു യുവ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പല ആളുകളും പറയുന്നത് ഏതെങ്കിലും സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണമൊക്കെ ഉയർന്നു വരുമ്പോൾ അത് 1-2 കേസിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ രാഹുലും ആലോചിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര ആരോപണങ്ങളാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ മുമ്പിലേക്ക് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇന്നലെ വന്ന ഓഡിയോ ക്ലിപ്പ് കൊണ്ട് അവസാനിക്കുന്നതാണ് കാര്യം. അങ്ങനെ ആകാൻ സാധ്യതയില്ല. ഇന്ന് പുതിയ ദൃശ്യങ്ങളോ പുതിയ ഓഡിയോ സംഭാഷണങ്ങളോ പുറത്തു വന്നാൽ വീണ്ടും രാഹുൽ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ടാകും. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ ഈ അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളൊക്കെ വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞ് വീടിന് മുമ്പിൽ തന്നെയുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം മുമ്പ് പറഞ്ഞ പോലെ നോ കമൻ്റ് എന്ന് പോലും പറയാൻ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രതികരിക്കാൻ ഞാനില്ല എന്ന് പറയാൻ പോലും പറ്റാത്തത്തോളം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അത് രാഹുലിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് ഒരു യുവ MLA എന്ന നിലയിൽ പ്രത്യേകിച്ച് രാഹുൽ മുമ്പ് നടത്തിയ പരാമർശങ്ങൾ ആരോഗ്യ വകുപ്പിനെതിരെ നടത്തിയ രാഹുലിൻ്റെ ആരോഗ്യ വകുപ്പിനും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ നടത്തിയ, അങ്ങനെ കേരളത്തിലെ രാഹുലിൻ്റെ പാർട്ടിയിൽ ഒഴികെയുള്ള അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഒഴികെയുള്ള ഏത് ഒരാൾക്കെതിരെയും ഏത് തരത്തിലും പ്രതികരിക്കാൻ തനിക്ക് എന്തോ ലൈസൻസ് ഉള്ള പോലെ പ്രവർത്തിച്ച നേതാവാണ് രാഹുൽ. ആ രാഹുലാണ് ഇപ്പോൾ പ്രതിരോധത്തിലായത്. എന്തായാലും നെല്ലിമുകളിലേക്ക് എത്തുമ്പോൾ മറ്റൊരു തമാശ കൂടിയുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട് വിനീഷ, ഒരു ചെറിയൊരു ഹോട്ടലാണ്. അവിടെ ഇപ്പോൾ രാവിലെ അവർ പറയുന്നത് ഭക്ഷണം തികയുന്നില്ല. കാരണം മാധ്യമപ്രവർത്തകരും ധാരാളം ആളുകളും രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് അവിടെ ഫുഡ് തികയുന്നില്ലാത്തൊരവസ്ഥയാണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാഹുൽ ഈ നെല്ലിമുകൾക്കാർക്കൊരു ഉപകാരം ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഭക്ഷണം തികയാതെ വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. മറ്റൊന്നും തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം ചുറ്റും താമസിക്കുന്ന ആളുകൾക്കും രാഹുലിനോട് നിരവധി വിയോജിപ്പുകളാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും പാലക്കാട് യുവ MLA ഈ അവസ്ഥ അടൂരിൽ തുടരേണ്ട സാഹചര്യമാണ്. സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീടിന് മുൻപിൽ നിന്നും കാര്യങ്ങളൊക്കെയും വിശദീകരിക്കുന്നത്.